ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 35 സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 35 സങ്കീർത്തനത്തിലെ കഴിഞ്ഞ 2 എപ്പിസോഡിൽ തന്നെ 1 തൊട്ട് 3 വരെയും 4 തൊട്ട് 6 വരെയുമുള്ള 2 എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. 35 സങ്കീർത്തനം 7 വാക്യം മുതൽ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിക്കാതെ അവൻ അപായം ഭവിക്കട്ടെ, അവൻ ഒളിപ്പിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ, അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെയുള്ള യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യനാര്? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ആദ്യ ഭാഗമായി നമുക്ക് ഈ വേദഭാഗം അല്പമായി ചിന്തിക്കാം. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ മനവേദനയുടെ തലത്തിൽ നിന്നുകൊണ്ട്, പഴയ നിയമ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, സാധുവും ഭക്തനുമായൊരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവമേ, കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അപ്പം 2 കാര്യങ്ങളാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവനെ എതിർക്കുന്നവർ ചെയ്തതായി പറയുന്നത്. ഒന്ന്, കാരണം കൂടാതെ വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ പ്രാണനായി കുഴി കുഴിച്ചു. അതായത് പ്രാണനായി കുഴി കുഴിച്ചു, അകപ്പെടുത്തുവാനായി വല ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ വലയിൽ അകപ്പെടുത്തി കുഴിയിൽ ഇട്ട് കൊല്ലുവാനുള്ള ഒരു പ്രേരണ ദാവീദ് എന്ന ആത്മീക മനുഷ്യനോട് അവൻ്റെ എതിരാളികൾ ചെയ്തു എന്ന് ദാവീദ് സാക്ഷിക്കുകയാണ്. ഹൃദയംഗമായി ചിന്തിക്കണം. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു. ചില വലകൾ ചിലർ ഒളിപ്പിച്ചു വെക്കാൻ കാരണമൊന്നും വേണമെന്നില്ല. സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എതിരാളികൾ തനിക്കായി വല ഒളിപ്പിച്ചു വെച്ചതിൽ കാരണമൊന്നും കാണുന്നില്ല. പക്ഷെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവനെ വലയിൽ അകപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പം ഈ ലോകത്ത് എല്ലാത്തിനും ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ എന്തിനു വേണ്ടിയാ, ഇതിൻ്റെ കാരണം എന്താ, അതിൻ്റെ ഒരു റീസൺ നമുക്കങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷേ ഉപദ്രവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വലയിൽ അകപ്പെടുത്തുവാൻ തക്കവണ്ണം, അത് ദാവീദ് എന്നുള്ളതല്ല, ആരെയാണെങ്കിലും വലയിൽ അകപ്പെടുത്തുവാൻ അവർക്കൊരു റീസൺ ഉണ്ട്. ഈ അടുത്തിടയ്ക്ക് കേട്ട ഒരു തമാശ, ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനൊരു ആവശ്യവുമായി ചെന്നു. അപ്പോൾ അവൻ ചെന്നപ്പോൾ സാധാരണയായി കാണുന്ന ഓഫീസർ അവിടെ ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു. സാധാരണയായി പ്രധാന ഓഫീസർ അവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസർ വളരെ സൗമ്യനസ്യത്തോടെ ആളുകളെ സ്വീകരിക്കുന്നവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെന്നപ്പോൾ അവരല്ല, ബാക്കിയുള്ളവരാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് സാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കുന്നവർ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അയാളോട് പോയി ഞങ്ങളോട് ചോദിക്കുന്ന എന്തിനാ, വളരെ കാഠിന്യത്തോടെ. അപ്പോൾ ഈ മനുഷ്യൻ ദുഃഖത്തോടെ ചോദിച്ചു, അയ്യോ, ആ സാർ എവിടെ പോയി? അപ്പോൾ ഉടനെ ബാക്കിയുള്ളവർ പറഞ്ഞു, അയാളെ ഇവിടുന്ന് സ്ഥലം മാറ്റി, കൈക്കൂലി കളിയാക്കി പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, അയാൾ ഒരിക്കലും ആരോടും കൈക്കൂലി വാങ്ങിക്കത്തില്ല, എനിക്കറിയാം, നിങ്ങൾ ചുമ്മാ കള്ളത്തരം പറയും, അയാൾ ഒരിക്കലും ആരോടും കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല. അപ്പോൾ ഉടനെ പറഞ്ഞു, കാരണം മനസ്സിലായല്ലോ, അങ്ങനെ അയാൾ മാത്രം ഒരു പുണ്യാളനാകണ്ട, അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അയാളെ ഇവിടെ നിന്ന് മാറ്റി വെച്ചു, കെട്ടിച്ചു. എന്ന് വെച്ചാൽ കൈക്കൂലി വാങ്ങുന്നവരെല്ലാവരും ചേർന്ന് കൈക്കൂലി വാങ്ങാത്തവനെതിരെ ആരോപണം ഉന്നയിച്ച് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അവനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ലോകത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഓർത്തോണം, ദാവീദ് പറയുന്നതാണ്, ദൈവമേ, കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴിച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദ് തന്നെ നോക്കുമ്പോൾ ശരിയാ, ചുറ്റുവട്ടത്തിൽ നോക്കിയപ്പോൾ തനിക്കെതിരായി വല ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാനോ ഒരു കാരണവും കാണുന്നില്ല.
നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എപ്പോഴും ചിന്തിക്കുന്ന ചിന്തയുടെ ഒരു ഭാഗമാണ്, ഞാൻ എന്തോ ചെയ്തിട്ട് എനിക്കിതൊക്കെ വന്നത്, ഞാൻ എന്തോ പറഞ്ഞു, ചെയ്യേണ്ട നന്മയൊക്കെ ചെയ്തില്ലയോ, കരുതേണ്ടവരെയൊക്കെ കരുതിയില്ലയോ. പല മനുഷ്യരും പലപ്പോഴും പരിതപിക്കുന്നത് കേട്ടിട്ടുണ്ട്, കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ കേട്ട്. അവർ നോക്കുമ്പോൾ ശരിയാ, സഹോദരങ്ങളെയൊക്കെ സഹായിച്ചു, അവരുടെ മക്കളെയൊക്കെ കെട്ടിച്ചു വിടാൻ സഹായിച്ചു, പലർക്കും വീട് വെച്ച് കൊടുത്തു, ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടുകാർക്കും വേണ്ട, ബന്ധുക്കാർക്കും വേണ്ട, സഹോദരങ്ങൾക്കും വേണ്ട, വയ്യാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ജീവിത പങ്കാളികൾ പോലും അവരിൽ നിന്ന് വേർപെട്ടു പോയി. ഒറ്റപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. കാരണം കൂടാതെ വലയൊളിപ്പിച്ചു വെക്കുന്നവരും, കാരണം കൂടാതെ കുഴി കുഴിക്കുന്നവരും, പ്രാണനെ നശിപ്പിക്കാൻ നോക്കുന്നവരും അന്നും ഇന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ബദലായിട്ട് ദാവീദ് എന്ന നിഷ്കളങ്കനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ വലയിൽ കൊടുക്കാൻ കാരണമില്ല, തൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ കാരണമില്ല. എന്നാൽ മറ്റൊരു ഭാഗത്തിന് നോക്കുമ്പോൾ അവർക്കിവനെ നശിപ്പിക്കാനും ഹേതുവുണ്ട്, വലയിൽ കൊടുക്കാനും ഹേതുവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, ഞാൻ ആർക്കും ദോഷം ചെയ്യത്തില്ല, തിന്മ ചെയ്യത്തില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ചില മനുഷ്യരുടെ മനസ്സിൽ കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് പറയട്ടെ, ചിലപ്പോൾ അതായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതമായിട്ട് മാറുന്നത്. കുമാരനാശാൻ പാടിയ വരികൾ അർത്ഥവത്ത: ഊനം വിട്ട ഗുണങ്ങൾ എത്ര ഒരുവൻ ഉൾത്താരിൽ വർദ്ധിക്കുമോ, നൂനം ജീവിതമത്ര ദുസ്സഹമായി തീരുന്നു പാരിൽ സഹേ. ഊനം വിട്ട ഗുണങ്ങൾ അത്ര ഒരുവൻ ഉൾത്താരിൽ വർദ്ധിക്കുമോ. ഊനമില്ലാത്ത ഗുണങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം വർദ്ധിക്കുമോ, നൂനം ജീവിതം അത്ര ദുസ്സഹമായി തീരുന്നു പാരിൽ സഹേ. എന്ന് വെച്ചാൽ അത്രമാത്രം അവൻ്റെ ജീവിതം, ഊനമില്ലാത്ത അവൻ്റെ അവസ്ഥ അവനിൽ ദുസ്സഹത സൃഷ്ടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് സഹോദര സത്യം. ഇവിടെ ഓർത്തോണം, വീണ്ടും പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം, ഒരു കാരണവുമില്ലെങ്കിലും കാരണങ്ങൾ ഒത്തിരി വരും. കാരണം സൃഷ്ടിക്കാൻ എളുപ്പമാണ്. സത്യസന്ധൻ അസത്യവാനാകും, കൈക്കൂലി വാങ്ങാത്തവൻ കൈക്കൂലിക്കാരനാകും. നിങ്ങളിൽ ചിലരൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഒരു കൈക്കൂലിയും വാങ്ങാതെ കൈക്കൂലിക്കാരെന്ന് പേര് കേട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു അശുദ്ധി പ്രവർത്തിക്കാതെ അശുദ്ധരെന്ന് പേര് കേട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക മാത്രം ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം കിട്ടാതെ പോയവർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, വീണ്ടും പ്രാർത്ഥിച്ചു പറയുകയാണ്, എൻ്റെ ദൈവമേ, അവർ കാരണം കൂടാതെ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചേക്കുവാണ്. ഏതൊക്കെ വലയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കും നമ്മുടെ സമൂഹത്തിനും ചുറ്റുവട്ടത്തിലായി പല വലകളുണ്ട്, പല കുഴികളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അകപ്പെടുത്തുന്ന വലകൾ, നമ്മുടെ യുവാക്കളെ അകപ്പെടുത്തുന്ന കുഴികൾ. ഇതിലൊന്നും അകപ്പെടാതെ നമ്മുടെ സമൂഹത്തെ നമ്മൾ വീണ്ടെടുക്കണം, രക്ഷപ്പെടുത്തണം. കാരണം വലയിലേക്ക് പോകുന്നുവെന്ന് അറിയാതെ പോകുന്നവരുണ്ട്, കുഴിയിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ പോകുന്നവരുണ്ട്. അവർ നടന്നു പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയും നമ്മുടെ സമൂഹവും പെട്ടെന്ന് കടന്നു പോകുകയാണ്. പലരും ആകർഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള മദ്യമയക്കുമരുന്നുകളോടൊക്കെയുള്ള സ്വാധീനങ്ങൾ, ഇപ്പോൾ ഡ്രഗ്സിറ്റിൻ്റെ പരിപാടികൾ എല്ലായിടത്തുമുണ്ട്, എല്ലാ സഭകളിലുമുണ്ട്. പ്രത്യേകിച്ച് അതിനുവേണ്ടിയുള്ള റാലികൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിൽ ഹൗവായെ പ്രേരിപ്പിക്കാൻ സാത്താൻ പ്രേരിപ്പിച്ചു കൊടുത്ത ആ പഴവർഗ്ഗം പോലെ അതിന് സുഗന്ധമുണ്ട്, കാണാൻ നല്ലതാണ്, കഴിക്കാൻ രുചിയുള്ളതാണ്. അത് കഴിച്ച് അനുസരണക്കേട് കാണിച്ച് ഏദൻ നഷ്ടപ്പെട്ട അനുഭവം ആദ്യ മാതാപിതാക്കൾക്കുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കും അതുപോലെ. സാത്താൻ കുഴിയുമായി കുടുക്കുമായിട്ട് വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ക്രൂശും മരണവും രക്ഷയും വേണ്ടി വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയംഗമായിട്ട് ഓർക്കാം, ഇങ്ങനെയുള്ള കുഴികൾ കണ്ടെത്തി, കുടുക്കുകൾ കണ്ടെത്തി അതിനെ ഒരു റെഡ് സോണായിട്ട് പ്രഖ്യാപിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. നമ്മളെ കുടുക്കാൻ വെച്ച കുടുക്കുകളുണ്ട്, നമ്മളെ വീഴ്ത്താൻ വെച്ച വലകളുണ്ട്, കുഴികളുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ കുടുക്കുകളിൽ ഇനിയും ആരും വീഴാതിരിക്കാൻ തക്കവണ്ണം അവിടെ ഒരു റെഡ് ഫ്ലാഗ് എങ്കിലും നമ്മൾ വെക്കണം. അവിടെ എന്തെങ്കിലും ഒരു സിഗ്നലെങ്കിലും വെക്കണം. ഇതുവഴി സൂക്ഷിച്ചേ പോകാവൂ. അവിടെ ഒരു കുഴിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കുടുക്കുണ്ട്, അവിടെ ഒരു വലിയ വലയുണ്ട്,
അല്ലെങ്കിൽ ഇന്നടത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓർത്തോണം, നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുഭവ പാഠമായിട്ട് മാറണം. ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. വലിയ സാമൂഹ്യ ദ്രോഹികളായിട്ട് ജീവിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്ക് പോകരുതെന്ന് ശക്തമായി പറയുന്നവർ ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ളവരാണ്. കാരണം അവരാണ് അങ്ങനെയുള്ള കുടുക്കുകളിൽ പോയി പെട്ടത്. നമ്മൾക്കറിയാം, വലിയ ലോൺ ആപ്പുകൾ, അതിലൊക്കെ പോയി പെട്ടവർ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു, അയ്യോ മക്കളെ ഒരിക്കലും, സഹോദരങ്ങളെ ഒരിക്കലും എടുക്കരുതേ, ലോൺ ആപ്പുകളിൽ പോയി പെടരുത്, വട്ടിപ്പലിശയ്ക്ക് പണം എടുക്കരുത്, മദ്യം കുടിക്കരുത്, മയക്കുമരുന്ന് രുചി നോക്കരുത്, ആസക്തികളുടെ പിന്നാലെ പോകരുത്, സാമൂഹ്യ മാധ്യമങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഇന്നത്തെ വാർത്തയായി ഞാൻ വായിക്കുകയായിരുന്നു, മാർക്ക് സുക്കൻബർഗ് ഒരു അമേരിക്കൻ കോടതിയുടെ മുൻപാകെ ഹാജരായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവം. അതായത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ തെറ്റിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ ഫേസ്ബുക്കുകളിലൂടെ നടത്തുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചും അല്ലാത്ത രീതിയിലും ഒക്കെ പല ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ, ഫേക്ക് അക്കൗണ്ടുകൾ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഈ ചോദിച്ചപ്പോൾ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ തലകുനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇത് ഹൃദ്യമായിട്ടുണ്ടാകട്ടെ, പ്രാർത്ഥനയോടുണ്ടാകട്ടെ. നമ്മളെങ്ങാനും വിട്ടുപോയ കുടുക്കുകളുണ്ടെങ്കിൽ ആ കുടുക്കിലേക്ക് ഇനിയും ഒരു തലമുറ വന്ന് ചേരരുത്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ഉപദ്രവിക്കുന്നവൻ, നിന്ദിക്കുന്നവൻ, ദുഷിക്കുന്നവൻ അങ്ങനെയുള്ള കെണികളുമായി എൻ്റെ പിന്നാലെ വരികയാണ്. കാരണം കൂടാതെ കുടുക്കുകളുമായി, കുഴികളുമായി, വലകളുമായി എൻ്റെ പിന്നാലെ വരികയാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയോടെ അതിനെയൊക്കെ അതിജീവിച്ചു. അവൻ്റെ നേരെ ഒരുപക്ഷെ കണിയും കുടുക്കും വലകളെന്ന് പറയുന്നത് തൻ്റെ സഹവർത്തികളിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം, രാജാവ് എന്ന നിലയിൽ ശത്രുക്കൾ ചെയ്തതായിരിക്കാം, സഹായിച്ചവർ ചെയ്ത തിരിഞ്ഞുകുത്തലുകളായിരിക്കാം. അതൊക്കെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇന്നത്തെ ഈ 2025 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മൾ നേരിടുന്നത് അതിനപ്പുറമായ ചില വെല്ലുവിളികളാണ്. പലതിൻ്റെയും വലകൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് വരെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നു. പണ്ട് മെട്രോപൊളിറ്റൻ സിറ്റീസുകളിൽ മാത്രം കണ്ടിരുന്ന പല പ്രവണതകളും ഇന്ന് ഗ്രാമീണ മേഖലകളുടെ അസ്ഥിവാരം തോണ്ടുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, അവിടുത്തെ ആഘോഷങ്ങൾ, ഇവയോടൊക്കെ ചേർന്ന് ഇത്തരത്തിലുള്ള വലിയ വലകൾ അകപ്പെട്ടിരിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമേ. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, കാരണം കൂടാതെ എന്നെ അകപ്പെടുത്തുവാനുള്ള വലകളുമായിട്ടും പ്രാണനെ പിടിപ്പിക്കാനുള്ള കുഴികളുമായിട്ടും അവർ വരികയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമേ, സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണമേ, പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണമേ. നാശത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും പോകരുതേ. കാരണം അവർ കാരണമില്ലാതെ ഇതിലോട്ടൊക്കെ പോകുന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ ആർക്കൊക്കെയോ വേണം. ചിലർ ഭക്തി പോലും വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്നു. പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട. ചിലരുടെയൊക്കെ പ്രേരണയാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന ലോജിക്കൽ സെൻസിൻ്റെ ഇടയിൽ എത്തിസ്റ്റിക് ബിലീഫ് ഇന്ന് ഒത്തിരി വർദ്ധിച്ചു വരികയാണ്. കാരണം ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സാക്ഷ്യത്തെക്കാൾ 1000 ഇരട്ടിയായി ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രമാണങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ പല ഗൂഗിൾ സെർച്ചുകളും ഇതിനെക്കുറിച്ച് പഠിച്ച പലരുടെയും റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചത്, ഏറ്റവും കൂടുതലായി ഗൂഗിൾ സെർച്ചസ് നടക്കുന്നത് ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ളതാണ്. സെക്ഷൽ ഇമോഷൻസിന് ഉപരിയായി തന്നെ കൂടുതലായി സെർച്ച് ചെയ്യുന്നത് ദൈവവിശ്വാസത്തിനെതിരായിട്ട് എന്തൊക്കെയുണ്ട്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചിലതൊക്കെ തെറ്റാണ്, ദൈവം പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എന്നാൽ അതിനെ ശരിയാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയുള്ള സെർച്ചസുകൾ. അവസാനം സെർച്ച് ചെയ്ത് ദൈവമേ ഇല്ല, അങ്ങനെ അങ്ങ് പഠിപ്പിക്കുന്നവർ ഭയങ്കരമാണ്. നമ്മൾ ഓർത്തോണം, ഒരു കാലത്ത് ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകർ, മിഷണറിമാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ആൻറ്റി മിഷണറി എലമെൻറ്റ്സ് പല സമൂഹത്തിലുമുണ്ട്.
ചിലരൊക്കെ പള്ളി വരുന്നുണ്ട്, സമൂഹത്തിൽ വലിയ ആളുകളായി നിൽക്കുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകരായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഇതിന് മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ മുന്നിട്ടിറങ്ങണം. വീണ്ടും പറയുന്നു, അങ്ങനെ കാരണം കൂടാതെ വല ഒളിപ്പിച്ചു വെച്ചവരും പ്രാണനായി കുഴി കുഴിച്ചവരും വിചാരിക്കാതെ അവൻ അപായം ഭവിക്കണം. അവൻ ഒളിപ്പിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ, അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. അതായത് വലയും കുടുക്കുമായി വന്നവനെ സംബന്ധിച്ച് ദാവീദ് ഒരു ശാപരീതിയിൽ പറയുകയാണ്, അവൻ അപായം ഭവിക്കണം, വിചാരിക്കാതെ അപായം ഭവിക്കണം, ഒളിപ്പിച്ചു വെച്ച വലയിൽ അവൻ കുടുങ്ങണം, അപായത്തിൽ അകപ്പെട്ടു പോകണം. അങ്ങനെയുള്ളവർക്ക് അപായം ഭവിച്ചതുകൊണ്ടും അവൻ വലയിൽ കുടുങ്ങിയതുകൊണ്ടും അപായത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ടും ആധുനിക കാലഘട്ടത്തിൽ എന്താ പ്രസക്തി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഭക്തൻ ഒരു നിർനിമേഷനായിട്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്ര ഭക്തി ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ദൈവമേ, ഇത്ര ശക്തമായ രീതിയിൽ ഉപദ്രവിക്കുന്നവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അവൻ പിന്നെ നശിപ്പിക്കും, നശീകരണ ബുദ്ധിയോടെ പ്രവർത്തിക്കും, അവൻ പലതിനു വേണ്ടി മുന്നിട്ടിറങ്ങും. അതുകൊണ്ട് ദൈവം തമ്പുരാനെ അവനൊരു മാറ്റം കൊടുക്കണം. അവനെ അകപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ പുതിയ നിയമ കൺസെപ്റ്റോടുകൂടി, ദൈവമേ, നിന്റെ വലയിൽ, നിന്റേതായ വലയിൽ അവൻ്റെ വലയെ നീ എടുത്തു മാറ്റി നിന്റേതായ വലയിൽ അവനെ ചേർക്കണം. അവൻ ഒളിപ്പിച്ചു വെച്ച വലയിൽ അവൻ കുടുങ്ങണം, അപായത്തിൽ അകപ്പെട്ടു പോകണം. ദൈവമേ, അവൻ ഒളിപ്പിച്ചു വെച്ച വലയെ നീ സ്വീകരിച്ച് നിന്റേതായ വലയാക്കി മാറ്റി അവനെ അതിൽ അകപ്പെടുത്തി കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ പെട്ടെന്നൊന്നും പിടിച്ചു മാറ്റാൻ പറ്റത്തില്ലല്ലോ. ദുഷ്ടത ചെയ്തുകൊണ്ടിരിക്കുന്നവനെയൊക്കെ ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം പിടിച്ച് കെട്ടിയിട്ടെന്ന് വരും, തടവറയിൽ കൊണ്ടുപോയെന്ന് വരും, ജാമ്യം കൊടുത്തില്ലെന്ന് വരും. ജാമ്യം കൊടുക്കാതിരിക്കുന്നതും തടവറയിലിടുന്നതും ഒരുപക്ഷെ ഈ തിന്മപ്രവൃത്തി ചെയ്യുന്നവർക്കൊരു സുരക്ഷിതത്വം കൂടിയാണ്. അവൻ വീണ്ടും മുൻപോട്ട് ഓടുകയാണെങ്കിൽ വല്ലവൻ്റെയും കൈകൊണ്ട് അവൻ തീർന്നു പോകത്തതേ ഉള്ളൂ, എതിരാളികൾ അവനെ കൊല്ലത്തതേ ഉള്ളൂ. എന്നാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത്, പട്ടാളം അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ അവൻ അത്രയും സുരക്ഷിതനാണ്. ആയതുപോലെ വലിയ വലയുമായി നശിപ്പിക്കാൻ നടക്കുന്നവൻ, എൻ്റെ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ വലയിൽ അകപ്പെട്ട് കുറച്ച് നാൾ വിശ്രമിക്കട്ടെ, കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. അതിനുള്ള ഒരു അവസരം ദൈവമേ നീ കൊടുത്താൽ മതി. ദാവീദിൻ്റെ പ്രാർത്ഥന ആഴത്തിൽ ഒന്നുകൂടെ നോക്കിയാൽ ആ ഒരവസ്ഥയിലേക്ക് വരും. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം ഇതാ, അവൻ അകപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ അവന് നാശം സംഭവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അങ്ങയുടെ കുടുക്കിൽ, അങ്ങയുടെ വലയിൽ അവനാകണം. നമ്മൾ പറയത്തില്ല, ദൈവത്തിൻ്റെ കൈകളിൽ വീണ് കഴിയുമ്പോൾ രക്ഷപ്പെടാനൊരു അവസരമുണ്ട്, ചിലപ്പോൾ വിശ്രമിക്കാനൊരവസരമുണ്ട്. അങ്ങനെ ദുഷ്ടനും നീതികെട്ടവനും രക്ഷയിലേക്ക് വരുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നമ്മൾ പേടിയോടുകൂടി ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ കാരണം കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി വലവെക്കുകയും മറ്റുള്ളവൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓർത്തോണം, ചില മനുഷ്യരെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. നമ്മളുടെ പ്രാണനെ കൊന്ന് നശിപ്പിക്കാൻ അരച്ചു കലക്കി തിന്നാൽ പോലും കുടിച്ചാൽ പോലും പ്രതികാരം വിട്ടുകൊണ്ട് നടക്കുന്നവർ, അവരാരാധന നടത്തും, അവർ പ്രാർത്ഥിക്കും, പ്രസംഗിക്കും, എന്നാലും അതിപ്രതികാരത്തിൻ്റെ വലിയ അലകളുമായിട്ട് നടക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഒരു പക്ഷേ ദാവീദ് പോലും പറഞ്ഞു പോയത്, ദൈവം തമ്പുരാനെ, എന്നെ ഇത്രത്തോളം നശിപ്പിക്കാൻ ശ്രമിച്ചല്ലോ, അപായം ഭവിക്കട്ടെ, വലയിൽ അവൻ കുടുങ്ങട്ടെ, അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. ഇത് നമുക്കും ഒരു വെല്ലുവിളിയാണ്. നമ്മൾ അകാരണമായിട്ട് ആർക്കെങ്കിലും വല വയ്ക്കുകയോ ആരുടെയെങ്കിലും പ്രാണനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്, അപായം ഭവിക്കും. നമ്മൾ ചെയ്ത എല്ലാ ദുഷ്ടതകളും ക്രൂരതകളും നമ്മളെ പിന്തുടരും, അപായത്തിൽ അകപ്പെട്ടു പോകും, അപായം ഭവിക്കും, അപായത്തിൽ ഉൾപ്പെട്ടു പോകും, വലയിൽ നമ്മൾ തന്നെ കുടുങ്ങും. അതുകൊണ്ട് ആ വലയിൽ കുടുങ്ങുന്നതിന് മുൻപ് അല്പമെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശ്രമിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ആ വലയിൽ കുടുങ്ങണമെന്നും അപായം ഭവിക്കണമെന്നുമുണ്ടോ? ദൈവമേ, ആരും അങ്ങനെ അപായം ഭവിച്ചവരും വലയിൽ കുടുങ്ങിയവരുമായിട്ട് കാണപ്പെടല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ അവൻ്റെ കണ്ണുനീര് കാണുന്നത്, അവൻ്റെ നിലവിളി കാണുന്നത്? വീണ്ടും പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. യഹോവേ, നിനക്ക് തുല്യനാര്?
എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുമെൻ്റെ എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഒരു വലിയ പ്രാർത്ഥനയാണ്. ഇത്രത്തോളം പ്രതിസന്ധികൾ, അതാ നമ്മൾ മുമ്പേ പറഞ്ഞത്, എത്ര പ്രതിസന്ധികളും ബലഹീനതകളും ഒക്കെ ഉണ്ടെങ്കിലും ഭക്തൻ ദൈവസന്നിധിയിൽ ശക്തമായിട്ട് തന്നെ അങ്ങ് ലയിപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ രക്ഷയിലല്ല, അവൻ തരുന്ന രക്ഷയിൽ, അവൻ്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. അതിൽ കൂടുതലൊരു സന്തോഷം എന്താണ്? ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരനുഭവം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എത്ര വേഗത്തിലാണ് ദാവീദിൻ്റെ മനസ്സ് മാറിയത്, തിരിഞ്ഞത്. എൻ്റെ യഹോവയിൽ ഞാൻ ആനന്ദിക്കും. ദാവീദ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു. എൻ്റെ യഹോവയിൽ ഞാൻ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കുമെന്ന് പറയുന്ന ആ ഭാഗ്യകരമായ അവസ്ഥ നമ്മളും പറയാനിടയാകണം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ടെന്ന് പറയാനിടയാകണം. വീണ്ടും പറഞ്ഞതാ, ദൈവമേ, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ഒരു വലിയ ദൈവമാണ് നീ. അതുകൊണ്ടാണ് ഓർത്തോണം, എളിയവനെ തന്നിലും ബലവാനായവൻ്റെ കയ്യിൽ നിന്ന്, എന്ന് വെച്ചാൽ വളരെ ദയനീയനായവനെ നീ എതിരാളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് വെച്ചാൽ, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങളോ ഞാനോ എളിയവനും ദരിദ്രനുമായെങ്കിൽ, ആക്കപ്പെട്ടെങ്കിൽ, അങ്ങനെ മറ്റുള്ളവർ കരുതുന്നെങ്കിൽ, നമ്മളെക്കാൾ ബലമേറിയവൻ നമ്മളെ മുഖത്തിന് കീഴിലാക്കുന്നുവെങ്കിൽ, കണ്ണുനീര് കുടിപ്പിക്കുന്നുവെങ്കിൽ, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവം എന്നെ രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളും ഞാനും എളിയവരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും ദൈവം നമ്മളെക്കാൾ ശക്തന്മാരുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, നല്ലൊരു താതൻ പിതാവില്ലാത്തോർക്കവൻ പെറ്റമ്മയെ കവിഞ്ഞാർദ്രാവാനും. നല്ലൊരു താതൻ പിതാവില്ലാത്തോർക്കവൻ പെറ്റമ്മയെ കവിഞ്ഞാർദ്രാവാനും. വിധവയ്ക്കു കാന്തേനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമെൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തേനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമെൻ കർത്താവത്രേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങൾ ഞാനും ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും, നമ്മളെ സഹായിപ്പാൻ ചിലരൊന്നും മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിലും, നമ്മളെ കരുതേണ്ടവർ നമ്മളുടെ നേരെ കണ്ണടച്ച് കാണിച്ചെങ്കിലും, ആശ്രയമായി ഒരു മനുഷ്യരുമില്ലെങ്കിലും തുണയായ ദൈവമുണ്ട്. എളിയവനും ദരിദ്രനുമായവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ യഥാർത്ഥമായി പിന്തുടരാം, ആ ദൈവത്തെ സ്തുതിക്കാം. ആരും സഹായമില്ലെല്ലാവരും
പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുകയാണ്. എത്ര ബലഹീനതകളും പ്രതികൂലതകളും ഉണ്ടെങ്കിലും, കെണിയിൽ കുടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിലും, പ്രാണനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിലും, ചിലപ്പോൾ ഒരുപക്ഷെ കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവർ ഉണ്ടെങ്കിലും, അവരുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, കാരണം കൂടാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് അപായത്തിൽ അകപ്പെട്ടു പോയി വലയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണരുതേ. ദാവീദ് കണ്ട വലയിലും കുടുക്കിലും പെട്ട ജീവിതാവസ്ഥ ആധുനിക കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായി പല രീതിയിൽ നമ്മളുടെ മുൻപാകെയുണ്ട്. അതിൽ നിന്നൊക്കെ നിഷ്കളങ്കരും ബലഹീനരുമായ നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. എളിയവനും ദരിദ്രനുമായവനെ ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.